ഹലോ, നമ്മളിന്ന് പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് തീം പാർക്കായ ആരോഗ്യ നികേതനത്തിലേക്കാണ്. പന്തളത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് ഈ പാർക്ക് റൺ ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും ആ ലൈഫ് സ്റ്റൈൽ കാരണമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെതിരെ ഒരു അവയർനെസ് എന്ന രീതിയിലാണ് അവർ ഈ പാർക്ക് കൊണ്ടുപോകുന്നത്. അതിനായിട്ടുള്ള പല 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 കോട്ട്സും കാര്യങ്ങളും ഫോട്ടോസും നമ്മളെ തിങ്ക് ചെയ്യിക്കുന്ന ഒത്തിരി ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ക്രിയേറ്റീവ് റെപ്രസെൻറ്റേഷൻസ് മാത്രമല്ല, നമ്മുടെ പഴയ കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പല കാര്യങ്ങളും നമുക്കിവിടെ കാണാം. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടു കാണും, ദ ഫ്യൂച്ചർ ഈസ് ഇൻ ദ പാസ്റ്റ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇതെല്ലാം ഇവിടെ നമ്മൾ കൂടുതൽ ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. പഴയ കാലത്തെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന കാളവണ്ടി, ജലചക്രം, നാലുകെട്ട് വീട്, പത്തായപ്പുര, മുറുക്കൻ കട, ഇതെല്ലാം നല്ല ഭംഗിയായിട്ടാണ് അവർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് മുറുക്കാൻ കട സെറ്റ് ചെയ്തേക്കുന്നതാണ്. നല്ല അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ കണ്ട് നമ്മൾ നടന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുന്നത് ഒരു ആറിൻ്റെ തീരത്തോട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് നമ്മൾ നേരിട്ട് പോയി കാണുന്നത് കേട്ടോ. നമ്മൾ ഒരുപാട് പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പാർക്ക് എക്സ്പീരിയൻസ് ഇത് ആദ്യമായിട്ടാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ഒരു ചെസ്സിൻ്റെ മോഡലൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് കുട്ടികളോടൊന്നും ചെസ്സൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് നേരം ഒന്നും നോക്കി നിൽക്കാൻ പറ്റിയില്ല. അവിടെ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു ബോർഡാണ് നിങ്ങൾ കണ്ടത്, ഡ്രിവൺ ടു ഡിക്ലൈൻ എന്നുള്ള. പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം, നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം വണ്ടിയെ പോകുന്നതായിരിക്കും അല്ലേ. അത് കാരണം തന്നെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കാനാണ് ഈ ഒരു ഏരിയ അവർ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഡിജിറ്റൽ ട്രാപ്പിന്റെ റെപ്രസെന്റേഷൻ ആണ്. അതിൽ നിന്ന് ലോഗൗട്ട് ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനത്തെ ക്രിയേറ്റീവ് റെപ്രസെന്റേഷൻ കൊണ്ട് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതെല്ലാം കണ്ടും ചിന്തിച്ചും നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു. ഇനി ഫ്രണ്ടിലോട്ട് പോകുന്ന ഏരിയയിലാണ് പ്ലേ ഏരിയ വരുന്നത്. കുട്ടികളുടെ പാർക്കാണ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് ഇവിടെ കളിക്കാൻ സ്വിംഗ് ഉണ്ട്, മെറിഗോ റൗണ്ട് ഉണ്ട്, ട്രാംപോലിൻ ഉണ്ട്. അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ നടക്കാനുള്ള ഏരിയ ഉണ്ട്. നമുക്കാർക്കും ബോറടിക്കാത്ത വിധമാണ് അവരവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കാണെങ്കിൽ ഇരിക്കാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ ആനിമൽസിൻ്റെ കുറച്ച് രൂപങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ തന്നെയാണെങ്കിലും നടന്നു പോകുന്ന ഏരിയയിൽ നമുക്ക് ഒരുപാട് റൈറ്റിങ്സ് ഒക്കെ കാണാൻ പറ്റും.